തുടരുക. കൂടുതൽ അതിഥികളുമായി നമുക്ക് നവീനിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇപ്പോൾ കാളിദാസനും രേണുകയ്ക്കുമൊപ്പം പുതിയൊരു അതിഥി ഉണ്ടെന്നാണ് അറിഞ്ഞത്. ആരാണ് ആ പുതിയ അതിഥി? ബിനോയ് ചേട്ടനാണ്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബിനോയ് ചേട്ടനെ. കലോത്സവം എങ്ങനെയുണ്ട്? തീർച്ചയായും വളരെ മനോഹരമായ കലോത്സവമാണ്. ഒരുപക്ഷെ എൻ്റെ അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ 1999 കലോത്സവം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ മാധ്യമപ്രവർത്തനം തുടങ്ങുന്നത്. അതും എൻ്റെ നാടായ കൊല്ലത്ത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു ഓളം ഒരു അനുഭവം അന്ന് റിപ്പോർട്ടിംഗ് തുടങ്ങി. ഇപ്പോൾ ഇതിൻ്റെ കൃത്യമായും ഇതിൻ്റെ ഒരു ഭാഗമായി മാറാൻ ഇപ്പോൾ പിന്നെ പ്രത്യേകിച്ച് മാനസികമായി ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. നമുക്കൊരു 5 ദിവസം നിൽക്കുന്ന കലോത്സവത്തിൽ വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ വേഷം, വർണ്ണങ്ങൾ, ഗാനങ്ങൾ, വ്യത്യസ്തമായ രീതികൾ, ഇതെല്ലാം നമുക്ക് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കലോത്സവ വേദികൾ എന്ന് പറഞ്ഞാൽ. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തിരുവനന്തപുരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം ഒരുപാട് കവികളുടെ നാടാണ്, കലാകാരന്മാരുടെ നാടാണ്. വിദ്യാഭ്യാസം തേടിയെത്തി തൊഴിൽ അന്വേഷകരായി ഇവിടെ എത്തി അവരെല്ലാം പിന്നീട് ചേക്കേറപ്പെട്ട നാടാണ്. പിന്നെ ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ ONV കുറുപ്പുണ്ട്. പ്രത്യേകിച്ചും കൊല്ലം ജില്ലക്കാരനായ ONV കുറുപ്പ് വിദ്യാർത്ഥിയായും അധ്യാപകനുമായൊക്കെ തന്നെ ജീവിതം കഴിച്ചുകൂട്ടി. പിന്നെ അദ്ദേഹത്തിൻ്റെ കാവ്യലോകത്തിൽ അദ്ദേഹം വളരെയധികം ഉന്നതിയിലെത്തിയപ്പോഴും അദ്ദേഹം വൃത്തുകാരനായി തന്നെ ഉണ്ടായിരുന്നു. എഴുത്തുകാരനായ ശ്രീകുമാരൻ തമ്പി, അങ്ങനെ തുടങ്ങി എത്രയെത്ര മഹാപ്രതിഭകൾ. ആ പ്രതിഭകളുടെ നാട്ടിൽ ഈ കലോത്സവം നടക്കുമ്പോൾ അതിനൊരു സാംസ്കാരിക തനിമയുണ്ട്, അതിനൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമുക്കെല്ലാം കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കാം തലസ്ഥാന നഗരിയിൽ ഇത്തരത്തിലുള്ള ഒരു കലോത്സവത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലും അതിൽ റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞതുമൊക്കെ. ഇതിനേക്കാൾ ഉപരി ബിനോയ് ചേട്ടൻ്റെ നാടാണ് തിരുവനന്തപുരം. എൻ്റെ നാട് മാത്രം എന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ ബിനോയ് ചേട്ടൻ ഞങ്ങളുടെ അതിഥി. അതല്ല, അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ വിശേഷം. കലോത്സവം വളരെ ആവേശത്തോടെ പോകുന്ന തിരുവനന്തപുരം ബ്യൂറോയുടെ ചീഫാണ് ബിനോയ് ചേട്ടൻ. തിരുവനന്തപുരം ബ്യൂറോയിലെ നെടുംതൂണ എന്ന് വേണം പറയാം. ഇപ്പൊ ബിനോയ് ചേട്ടനാണ് ഇപ്പൊ നമ്മളോടൊപ്പം ചേർന്നത്. വളരെ ആവേശത്തോടെ അതിലെ കലോത്സവം ഓരോരോ നിമിഷവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബിനോയ് ചേട്ടൻ കൂടെ കൂടിയതിൽ സന്തോഷമുണ്ട്. നിങ്ങളെയൊക്കെ അവിടെ ഒരുക്കി കൂട്ടി എല്ലായിടത്തേക്കും വിട്ട് പണിയെടുപ്പിക്കുന്നതും കൂടി അദ്ദേഹമാണ്. ബിനോയ് ചേട്ടനെയും കൂടെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇപ്പോൾ നവീൻ അവിടെ